അന്വേഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് കർണാടകയിൽ നടന്ന വളരെ വിചിത്രമായ ചില കൊലപാതകങ്ങളുടെ കാര്യം. സയനൈഡ് മോഹൻ എന്നയാളാണ്. കർണാടക മാത്രമല്ല, ഇന്ത്യയിലെ എല്ലായിടത്തും വളരെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസാണ് അയാൾ ചെയ്തുകൊണ്ടേയിരുന്നത്. ഏകദേശം 21 സ്ത്രീകളെ അയാൾ സയനൈഡ് കൊടുത്ത് കൊലപ്പെടുത്തിയെന്നാണ് കർണാടക പോലീസ് കണ്ടെത്തിയത്. അയാൾ ഒരു കായിക അധ്യാപകനായിരുന്നു, ചെറുപ്പക്കാരനാണ്, ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്. ദർലക്കട്ട എന്ന ഒരു സ്ഥലത്ത് കനന്യ ഗ്രാമത്തിൽ ദക്ഷിണ കന്നഡയിലായിരുന്നു അയാൾ അധ്യാപകനായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അയാളുടെ ഗ്രാമത്തിൽ എല്ലാവരും അയാളെ ബഹുമാനിക്കുന്ന ഒരു അധ്യാപകനാണ്. നല്ല പേരും പെരുമയുള്ള ഒരു അധ്യാപകനായിരുന്നു സയനൈഡ് മോഹൻ. മോഹന് ചില അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്താൻ പോകും, വലിയ ഭക്തനാണ്. അങ്ങനെ പോയി ഒരു പതിവ് ഉണ്ടെന്ന് നാട്ടുകാർക്കറിയാം. അതുകൊണ്ട് ഇയാൾ ഭക്തൻ മാത്രമല്ല, വളരെ കാരുണ്യപ്രവൃത്തി അവിടെയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും ഇയാളുടെ ബഹുമാനവും സ്നേഹവും, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്കൊക്കെ. പക്ഷേ ഇയാളാണ് ഈ സയനൈഡ് നൽകി സ്ത്രീകളെ കൊല്ലുന്നതെന്ന് പറഞ്ഞിട്ട് പലർക്കും വിശ്വാസം വന്നില്ല. ഇതിൻ്റെ തുടക്കം അവിടെ പുഷ്പ എന്ന ഒരു സ്ത്രീയെ കാണാതെ പോയി. ആ കാണാതെ പോയ സ്ത്രീയുടെ അന്വേഷണമാണ് ഈ സയനൈഡ് മോഹനിലേക്ക് കൊണ്ടെത്തിച്ചത് പോലീസിനെ. പുഷ്പ എന്ന സ്ത്രീയെ കാണാതെ പോയപ്പോൾ അതിന് കേസ് രജിസ്റ്റർ ചെയ്തു ദക്ഷിണ കന്നഡയിൽ. അതിൻ്റെ അന്വേഷണം പോയി. അവരുടെ മൊബൈൽ ഫോൺ കണ്ടെടുത്തു. ആ മൊബൈൽ ഫോണിൽ വിളിച്ചവരെല്ലാം അവർ ട്രേസ് ചെയ്തു. അങ്ങനെ ട്രേസ് ചെയ്തപ്പം ആ പുഷ്പയുടെ സുഹൃത്തായ ഒരു സ്ത്രീ കാവേരി, അവർ മിസ്സിങ്. അപ്പം പുഷ്പ മിസ്സിങ് ആയതിനാണ് പോലീസ് അന്വേഷിക്കുന്നത്. പുഷ്പയുടെ സുഹൃത്തുക്കളായ പല സ്ത്രീകളെയും അവർ വിളിച്ചിരിക്കുന്ന ആൾക്കാരെ എല്ലാം ബന്ധപ്പെട്ട് വന്നപ്പോൾ കാവേരി എന്നൊരു സ്ത്രീയെ കാണാനില്ല. അപ്പോൾ അതും മിസ്സിങ് ആണ്. അവരുടെ വീട്ടുകാരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു, അവരെ കാണാതെ പോയി. അവരും അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോകും, അല്ലെങ്കിൽ അവിടെ പൂജയ്ക്ക് പോകും. അങ്ങനെ പല സ്ഥലത്തും ബസ് കയറി ഒറ്റയ്ക്ക് പോകുന്ന സ്ത്രീകളാണ്. എല്ലാ സ്ത്രീകളുടെയും കഴുത്തിൽ അത്യാവശ്യം മാലയും സ്വർണവും കാശുമൊക്കെ ഉണ്ടാവും. ഇവരെ പല സ്ഥലത്ത് വിജനമായ അമ്പലത്തിൻ്റെ പരിസരത്തോ ബസ് സ്റ്റാൻഡുകളിലോ പബ്ലിക് കംഫർട്ട് സ്റ്റേഷനിലോ ലോഡ്ജുകളുടെ വാതിൽക്കലോ അവിടെയൊക്കെയാണ് പലരും മരിച്ചു കിടക്കുന്നതായിട്ട് കണ്ടത്. ഇത് വളരെ ദുരൂഹമായ സംഭവമാണെങ്കിലും ഇതേപ്പറ്റി പോലീസ് പല രീതിയിൽ അന്വേഷിച്ചിട്ട് ഒരു ക്ലൂവും കിട്ടാതെ ദക്ഷിണ കന്നഡയിലെ ധാരാളം സ്ത്രീകൾ ഇങ്ങനെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പുഷ്പയെ മിസ്സായി കാവേരിയിലേക്ക് വന്നു. കാവേരിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം കാവേരിയുടെ ഫോൺ കോളുകൾ മുഴുവൻ ദക്ഷിണ കന്നഡ പോലീസ് പരിശോധിച്ചു. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ കാസർഗോഡുള്ള അവിടെ ലക്ഷ്മി എന്ന ഒരു സ്ത്രീയെ കാണാതെ പോയിരിക്കുന്നു. ആ ലിസ്റ്റിനകത്തുള്ള ലക്ഷ്മിയില്ല, മിസ്സിങ്. 3 എണ്ണമായി. അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി ഇത് ആരോ ഇവരെ കൊലപ്പെടുത്തുകയാണ്. അവരുടെ കൈവശം 3 പേരുടെയും കൈവശം എത്ര രൂപയുണ്ട്, അവരുടെ ആഭരണങ്ങൾ എന്തരയുണ്ട് ധരിച്ചിരുന്നത്. അവർ 2-3 ദിവസം താമസിക്കാനുള്ള സൗകര്യമൊക്കെ ആയിട്ട് അവരുടെ കയ്യിലൊരു ബാഗ് ഉണ്ടാവും. അതിനകത്ത് 1-2 ജോഡി ഡ്രസ്സ് ഉണ്ടാവും. അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും. കാരണം വലിയ ചിലവൊക്കെ ഇല്ലാതെ ജീവിക്കാൻ വേണ്ടി അമ്പലത്തിൻ്റെ പരിസരത്തുള്ള ലോഡ്ജുകളിൽ ചിലപ്പോൾ മുറിയെടുത്തുനിന്ന് വരും. ധർമ്മസ്ഥലയിൽ നമുക്കറിയാം ധാരാളം പേര് കൊല്ലപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. ആ ധർമ്മസ്ഥല പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ തന്നെ കിടക്കാനുള്ള സൗകര്യമുണ്ട്. ആ സന്ദർഭത്തിൽ പല പുരുഷന്മാരും അവിടെ വന്ന് പരിചയപ്പെടുവരെ അമ്പലവാസികളാണെന്ന് അവരും പറയും. അവരുടെ വലയിൽ വീണ് കഴിയുമ്പോൾ അവർ കൊലപ്പെടുത്തി സ്വർണ്ണങ്ങൾ അല്ലെങ്കിൽ കൈവശമുള്ള പണം കൊണ്ടുപോകുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അങ്ങനെ 3ാമത്തെ ആൾ വന്നു കഴിഞ്ഞപ്പം അതേ തൊട്ട് അന്വേഷണം പോയി. ആ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഏകദേശം 20-21 പേരിലേക്ക് ചെന്ന് നിന്നു. 21 പേരില്ലാത്ത നിന്ന് കഴിഞ്ഞപ്പം ഇയാളുടെ കയ്യിൽ അവരെ പല സ്ഥലത്ത് വെച്ചും കൊലപ്പെടുത്തും. അവർക്കുമായിട്ട് വളരെയധികം ലോഹ്യത്തിലാവും, അമ്പലത്തിൽ വെച്ച് പരിചയപ്പെടും. ചിലപ്പം ആദ്യത്തെ പ്രാവശ്യം അയാൾ ചിലപ്പം വിട്ടുകളയും, അടുത്ത പ്രാവശ്യം വേറെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ വെച്ചായിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ ആ പരിചയം പുതുക്കി ഇയാളുടെ മൊബൈൽ ഫോണിൽ അവരുടെ നമ്പറുണ്ടാവും.
പക്ഷേ ഈ അധ്യാപകൻ ഒരിക്കലും ഇങ്ങനെ ഒരു കൊലപാതകങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കത്തില്ല. ഇവരൊട്ട് ആരെടുത്തും പറയില്ല. അധ്യാപകനും ഇങ്ങനെ ബൈ ചാൻസിൽ പരിചയപ്പെട്ടതാണ്, അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ട് ഇനിയും കാണാം. ആദ്യത്തെ പ്രാവശ്യം ഇയാൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുന്നില്ല, ഇവരുടെ കയ്യിൽ എത്ര രൂപ ഉണ്ട്, ഇവരുടെ എത്ര സ്വർണ്ണാഭരണം ഇവർ ധരിച്ചിട്ടുണ്ട് എന്നതിനെപ്പറ്റി വ്യക്തതയില്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് പല അമ്പലത്തിലും പോകുന്നതാണ് സംസാര രീതി മനസ്സിലാവും. ചിലപ്പോൾ അമ്പലത്തിനടുത്ത് രണ്ടുപേരും ഒരു മുറി എടുത്ത് കിടന്നെന്ന് വരാം, അവരുമായിട്ട് ഇയാൾ ബന്ധപ്പെട്ടെന്ന് വരാം. എല്ലാവരും 40, 45, 50, 55 വയസ്സുള്ള സ്ത്രീകളാണ് ഭൂരിപക്ഷം ആൾക്കാർ, ചെറുപ്പക്കാരികളും ഉണ്ട്. എങ്കിലും ഈ പല സ്ത്രീകളും മിസ്സായി, അവരെപ്പറ്റി വിവരമില്ല, അവരെവിടെ മരിച്ചു എന്നൊന്നും ഒരു വിവരമില്ല. പക്ഷേ അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് പല സ്ഥലത്തും ഇവരെ മറവ് ചെയ്തതായിട്ട് പോലീസ് കണ്ടെത്തി. അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് പൊട്ടാസ്യം സയനൈഡ് ആണ് ഇവർ ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലായി. എന്തായാലും ഇതേപ്പറ്റി ധാരാളം ഗോസിപ്പുകൾ വെളിയിലോട്ട് പോയി. എങ്കിലും പോലീസ് തുടർച്ചയായിട്ട് അതിൻ്റെ പുറകിൽ തന്നെ നിന്നു. കാരണം മരണം ഒരാളെ മാത്രമല്ല കൊന്നിരിക്കുന്നത്, പൊട്ടാസ്യം സയനൈഡ് ചെന്ന് 21 പേരോളം അവർ കണ്ടെത്തിക്കഴിഞ്ഞു. അങ്ങനെ ആ അന്വേഷണം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിലാണ് ഈ മോഹൻ്റെ കൈവശം വരുന്നത്. അയാൾ ആൾക്കാരെ കൊന്നു കഴിഞ്ഞ് അവരുടെ സ്വർണം എടുക്കും, അവരുടെ പണം എടുക്കും, അവരെ അബാൻഡൻ ചെയ്യും. അതേസമയത്ത് അവരുടെ മൊബൈൽ ഫോണും എടുക്കും, കാരണം ലൊക്കേറ്റ് ചെയ്യാതിരിക്കാനായിട്ട്. പക്ഷേ കോൾ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് പോലീസ് ഇത് മുഴുവൻ കണ്ടെത്തിയത്. കാരണം പലരെയും മൊബൈൽ ഫോണിൽ ലഭിച്ചിട്ടില്ല. ഇങ്ങനെ കൊല്ലപ്പെടുന്നവരുടെ മൊബൈൽ ഫോൺ മിസ്സാകുന്നുണ്ട്. ഇതൊക്കെ ഇയാളെ വീട്ടിൽ കൊണ്ടുവരും, പലയിടത്തും അയാൾ നശിപ്പിച്ച് കളയും. അങ്ങനെ നശിപ്പിക്കാത്ത ഒരു മൊബൈൽ ഫോണ്, അതിൻ്റെ അകത്ത് സിം കാർഡൊന്നും കാണില്ലല്ലോ, അയാളുടെ ഒരു ബന്ധു പയ്യനെ അവന് കൊടുത്തു ഫ്രീ ആയിട്ട്. അവിടെയാണ് അയാൾക്ക് മണ്ടത്തരം പറ്റിയെന്ന് അയാൾ പിന്നീട് കൺഫസ് ചെയ്തപ്പം പറഞ്ഞു. എല്ലാം കൃത്യമായിട്ട് അയാൾ നടത്തിക്കൊണ്ടത് 21 പേരാണ് ഇതുവരെ പോലീസ് കണ്ടെത്തിയതെങ്കിലും ധാരാളം ആൾക്കാരെ അയാൾ കൊന്നിട്ടുണ്ടാവണം. കാരണം അത് തീർച്ചയായിട്ടും അയാൾ ഒരു പെർവർട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അയാൾ മാന്യനായിട്ട് ജീവിക്കുന്നു, സ്കൂൾ അധ്യാപകനാണ്, കായിക അധ്യാപകനാണ്. അതേസമയത്ത് ഇയാൾക്ക് മറ്റൊരു മുഖമുണ്ടെന്ന് ആ സ്കൂൾ അധികൃതർക്കോ ഇയാളുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കും അറിയില്ല. എങ്കിലും ഇയാൾ പല സ്ഥലങ്ങളിൽ ഇതുപോലെ പോയി പലരെയും കൊന്നൊടുക്കുന്നു, അവരുടെ ആഭരണങ്ങൾ തട്ടിയെടുക്കുന്നു, അവരുടെ ക്യാഷ് തട്ടിയെടുക്കുന്നു, അവരുമായിട്ട് സെക്സ് ആയിട്ട് ബന്ധപ്പെടുന്നു. അങ്ങനെ ഇത് രഹസ്യമായിട്ട് ഇയാൾ കൊണ്ടുവന്നിരുന്നു. വല്ലപ്പോഴും മാസത്തിലൊരിക്കൽ 2 മാസം കൂടുമ്പോൾ ഇയാൾ വീട്ടിലെ അനുവാദത്തോടെ തന്നെ പലയിടത്തും അമ്പലത്തിൽ തൊഴാനായിട്ട് പോകും. അതിലാരും സംശയിക്കത്തില്ല. പോയി അടുത്ത ദിവസം പിറ്റേ ദിവസം ഇയാൾ മടങ്ങി വരുന്നതാണ് പതിവ്. ഇയാളുടെ ബന്ധു ഒരു പയ്യന് ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ വീട്ടിൽ കിടന്നപ്പോൾ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ എടുത്തോളാൻ പറഞ്ഞു. ആ പയ്യൻ അത് കൊണ്ടുപോയി. അയാൾ ചിലപ്പോൾ സിം ഇട്ടിട്ടുണ്ടാവും, അത് ലൈവായി. അപ്പോൾ ആ IME നമ്പർ പോലീസിൻ്റെ ചെവിയിലെത്തി. അങ്ങനെയാണിത് ട്രാക്ക് ചെയ്തത്. അങ്ങനെ ആ പയ്യനെ വന്ന് കണ്ടു, ആ മൊബൈൽ ഫോൺ എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അയാൾ ബന്ധുവായ അധ്യാപകൻ തന്നതാണെന്ന് പറഞ്ഞു. അയാളെ കൊണ്ട് ചോദിച്ചപ്പം അയാൾക്ക് ഇതുമായിട്ടൊരു ബന്ധമില്ല, വഴി കിടന്ന് കിട്ടി എന്ന് പറഞ്ഞു. പക്ഷേ പോലീസ് അയാളെ വിട്ടില്ല. കാരണം അയാളുടെ സ്റ്റാറ്റസ് നോക്കി അയാൾ ഇങ്ങനെ പോയി അയാളെ പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പം അയാൾ പല സ്ഥലങ്ങളിൽ അമ്പലങ്ങളിൽ തൊഴാൻ പോകുന്നുണ്ട് എന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് തീർച്ചയായിട്ടും ഇതിലേക്ക് വഴി തെളിച്ചത് അവിടെയാണ്. ആ ഒരു മൊബൈൽ ഫോണ് കൊള്ളിയല്ലാതെ ഉപേക്ഷിച്ച് കളഞ്ഞ മൊബൈൽ ഫോണ് തൻ്റെ ഒരു ബന്ധുവായ പയ്യന് കളിക്കാൻ കൊടുത്തതാണ് പ്രശ്നമായത്. അവിടെയാണ് അയാൾക്ക് സ്ലിപ്പ് പറ്റിയെന്ന് അയാൾ പിന്നെ കൺഫസ് ചെയ്തപ്പം പറയുന്നുണ്ട്. ഒരു മർഡർ ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്ലൂസും അതുമായിട്ട് അയാൾ നശിപ്പിച്ച് കളയുന്ന സ്വഭാവം. എന്തായാലും ഇയാളെ ഇവരുമായിട്ട് സെക്സ് ചെയ്യുകയും ചെയ്യും. അതുതന്നെയല്ല, ആ സെക്സ് ചെയ്യുന്ന സമയത്ത് അവർക്ക് വല്ല ഗർഭമെല്ലാം ഉണ്ടാകാതിരിക്കാൻ ഒരു ടാബ്ലറ്റ് അങ്ങ് കൊടുക്കും. അപ്പോൾ എല്ലാവരും സ്ത്രീകൾ അങ്ങനെ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ആയിക്കോട്ടെ, ഇനി അവർ ഇത്രയും പ്രായമായി, ഇനി അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകണ്ട, അവർ ആ ഗുളിക വാങ്ങിച്ച് കഴിക്കും. അന്നേരം ഒരു ½ കിലോയ്ക്ക് പോകും. കാരണം അതിനകത്ത് ചെറിയൊരു പെർസെൻറ്റേജ് പൊട്ടാസ്യം സയനൈഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ അത് കഴിച്ചു കഴിയുമ്പം, അങ്ങനെ ബന്ധപ്പെട്ട് കഴിയുമ്പം അത് ചിലപ്പം വെളുപ്പിനെ ആയിരിക്കും. ആ സമയത്ത് അവർ ബാത്റൂമിലിട്ട് പോകാനൊരു ടെൻഡൻസി ഉണ്ടാവും. അന്നേരം ഇത് പ്രിവെൻറ്റീവായിട്ട് കൊടുത്തു കഴിയുമ്പോൾ ബാത്റൂമിൽ അവർ ചിലപ്പം അൺകോൺഷ്യസ് ആകാം. അവിടെ വെച്ച് ഇയാൾക്ക് കൊലപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പോൾ വരുന്ന വാർത്തകൾ ഇതുവരെ 25 പേരെ കൊന്നു എന്നാണ് വരുന്നുണ്ട്. 21 പേരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് ആ തുടക്കത്തിൽ. അതിനുശേഷം വീണ്ടും ആ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഏകദേശം
3-4 കേസ് കൂടെ റിപ്പോർട്ട് ചെയ്തിട്ട് 25ഓളം പേരെ കൊന്നതായിട്ടാണ് വരുന്നത്. എൻ്റെ നിരീക്ഷണം അനുസരിച്ച് അതിൽ കൂടുതൽ ആൾക്കാരെ തീർച്ചയായിട്ടും കൊന്നിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ ഇയാൾ കൊന്നുകൊണ്ടാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലിട്ടൊന്നും പോലീസ് വന്നിട്ടില്ല, അത് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. ഏതായാലും 25ഓളം കേസിനകത്ത് ഏകദേശം 5 കേസ് വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള 25 കേസിൽ 20ഓളം കേസിനകത്ത് ശിക്ഷ വന്നിട്ടുണ്ട്. അതിനകത്ത് 3-4 കേസിന് വധശിക്ഷ വന്നിട്ടുണ്ട്. വധശിക്ഷ 2 ലൈഫ് ഇംപ്രിസൺമെൻ്റ് ആയിട്ട് മാറ്റിയിട്ടുമുണ്ട്. ഇയാൾ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. കർണാടകയിലെ ഇത്രയും വലിയ കൊലപാതകം ചെയ്ത ആൾക്കാർ അവിടെ വളരെ റെയറാണ്. എങ്കിലും ധർമ്മസ്ഥലയിൽ നമുക്ക് അതിൻ്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് ഇതുവരെ നമുക്കറിയില്ല. എങ്കിലും അവിടെ ഏ രീതിയിലുള്ള ആൾക്കാർ ധാരാളം പേര് വന്നു പോകുന്നതാണ്. അവിടെ കൊന്നൊടുക്കിയതിനകത്ത് ചിലപ്പോൾ ഇയാളും കൊന്നൊടുക്കിയത് അക്കൗണ്ട് ചെയ്യാതെ പോയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും കർണാടക ഞെട്ടിച്ച ഇയാൾ രണ്ടെണ്ണത്തെ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അയാൾ അവിടെ തന്നെ എല്ലാ കേസിലേക്കും അയാൾക്ക് ജീവപര്യന്തമായിട്ട് ചുരുക്കാനും സാധിച്ചിട്ടുണ്ട്. എങ്കിലും 2 കേസിനകത്ത് നല്ല എവിഡൻസ് ഉള്ളതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിലേക്ക് പോയതെന്ന് തോന്നുന്നു. അപ്പോൾ അതിന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും അത് സുപ്രീം കോടതിയിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. സുപ്രീം കോടതിയുടെ തീരുമാനം അറിഞ്ഞ ശേഷം അതേ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നടപ്പാക്കുകയുള്ളൂ എന്നാണ്. അതിനുശേഷം വീണ്ടും അയാൾക്ക് ഇന്ത്യൻ പ്രസിഡൻ്റ് അടുത്ത് ദയാഹർജി കൊടുക്കാം. കാരണം അയാൾക്ക് നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്, കായികാധ്യാപകനാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് അയാൾ സഞ്ചരിക്കും. എങ്കിലും ഇപ്പോഴും അയാൾ ജയിലിലാണ്. ജീവപര്യന്തം തടവ് പല കേസിനകത്തും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈനൈഡ് മോഹൻ്റെ പോലെ ധാരാളം കേസുകൾ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബംഗാളിലുണ്ട്, മധ്യപ്രദേശുണ്ട്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ ഈ സൈസ് ധാരാളം കേസുകൾ നടന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം അത് ക്രൈം ഡേറ്റാസ് ഇന്ത്യ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്യുന്ന ക്രൈം ഡേറ്റാസിലൊക്കെ ഇത് ധാരാളം ഇതേ ടൈപ്പിലുള്ള ഒരു ക്രിമിനലായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. കേരളത്തിൽ നമുക്കറിയാം ശബാന രീതിയിലുള്ള ജോളി കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം. പൊട്ടാസ്യം സയനൈഡ് ആയിരുന്നു അവിടെയും കൊടുത്ത്. ജോളി എന്ന അവരുടെ ഭർത്താവിൻ്റെ അമ്മയാണ് ആദ്യം കൊല്ലുന്നത്. പിന്നെ അവരുടെ ഭർത്താവിൻ്റെ അച്ഛനെ കൊന്നു, അവരെ സംശയം തോന്നിയ അമ്മാവനെ കൊന്നു. അങ്ങനെ 6 പേരെ ആണ് ജോളി കൊന്നിരിക്കുന്ന പൊട്ടാസ്യം സയനൈഡ് ഉപയോഗിച്ചിട്ട്. അത് ഇപ്പോഴും അതിൻ്റെ ട്രയൽ ചിലത് നടക്കുന്നുണ്ട്. ജോളി ജയിലിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അതെല്ലാം ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് പോകും എന്നാണ് ഞാൻ കരുതുന്നത്. അതേപോലെ സൈനൈഡ് മോഹനും ഈ രീതിയിലുള്ള ഒരു കൊലപാതകം തന്നെയാണ് നടത്തിയത്. പക്ഷേ 21 പേരെ കൊന്നതായിട്ട് മാത്രം കർണാടക പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. ധാരാളം പേരെ കൊന്നിട്ടുണ്ടാവണം. കാരണം ഇത് അയാൾ ഈ രീതിയിൽ അയാളുടെ സ്വഭാവമാറ്റം ആ വീട്ടുകാരോ അയാളുടെ മാതാപിതാക്കളോ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും അതിനുള്ള സിംറ്റംസ് ചെറുപ്പത്തിലെ കാണിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അങ്ങനെ കുട്ടികൾക്കുണ്ടാകുന്ന ഡീവിയൻ്റ് ആയിട്ടുള്ള ഈ ബിഹേവിയർ കൊച്ചുകുട്ടികളായാലും പെൺകുട്ടികളായാലും ശരി, ആൺകുട്ടികളായാലും ശരി, വീട്ടുകാരെല്ലാം ഒബ്സർവ് ചെയ്യണം. കാരണം അത് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സൈക്കാട്രിയെ കാണിക്കണം. കാരണം ഇതുപോലെ മാന്യനായ ചിലപ്പോൾ ഒരു ജോലിയിൽ അവർ പ്രവേശിക്കും, നല്ല ജോലിയിലായിരിക്കും. പക്ഷേ ഈ രീതിയിലുള്ള ക്രിമിനാലിറ്റി അവരുടെ മനസ്സിൽ കിടക്കുന്നിടത്തോളം കാലം അവർ രഹസ്യമായിട്ട് ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഞാൻ ആ കാലഘട്ടത്തിൽ ശ്രദ്ധിച്ചത്, ഇവിടെ വേറൊരാൾ ഭോപ്പാലിൽ അയാൾ സൈനൈഡല്ല എങ്കിലും ആ രീതിയിലുള്ള ഒരു ജ്യൂസൊക്കെ കൊടുത്ത് ആളെ കൊല്ലുന്ന ഒരു തയ്യക്കാരൻ്റെ കഥ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ഇന്ത്യയെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഞാനൊക്കെ അന്ന് ക്രൈം സ്ക്വാഡിലൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലെയും എല്ലാ പോലീസ് സ്റ്റേഷനിലും അവിടെ റിപ്പോർട്ട് ചെയ്യുന്ന അൺഡിറ്റക്റ്റഡായ തെളിയാത്ത കേസുകളുടെ ക്രൈം ഡീറ്റെയിൽസ് വന്നുകൊണ്ടിരിക്കും. അത് ബണ്ടിൽ കണക്കിനാണ് ഓരോ പോലീസ് സ്റ്റേഷനിലും ക്രൈംബ്രാഞ്ചിലൊക്കെ വരുന്നത്. അതൊക്കെ നോട്ട് ചെയ്ത് അങ്ങ് കൊടുക്കുമെന്നല്ലാതെ ആരും വായിച്ചു നോക്കാറില്ല. അങ്ങനെ വായിച്ചു നോക്കിക്കഴിഞ്ഞപ്പം ബോംബെയിൽ നിന്ന് ഒരാൾ അല്ലെങ്കിൽ ബോംബെയിലെ ഒരു കോൺട്രാക്ടർ ചെന്നൈക്ക് കുറേ അധികം അവർ ഈ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒക്കെ കണ്ടെയ്നർ ലോറിയിൽ അയക്കും. ബോംബെയിൽ നിന്ന് കണ്ടെയ്നർ ലോറിയിൽ പോകുന്ന 10, 50, 100 ഫ്രിഡ്ജ്, അതുപോലെ AC ഇതൊക്കെ മദ്രാസിൽ ചെല്ലില്ല. അവിടെ വെച്ച് അത് മിസ്സാകുന്നു, അതിനിപ്പുറം മിസ്സാകുന്നു. അത് ഇന്ത്യയിൽ നടന്ന ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെയും ക്രൈം ഡിപ്പാർട്ട്മെൻറ്റിനെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ്. അത് അവസാനം പിടിച്ചെന്ന് ഞാൻ മനസ്സിലാകുന്നത്. അതേപ്പറ്റി അടുത്ത ദിവസം കൂടുതലായിട്ട് ആ ഒരു കേസിനെ പറ്റിയും കൂടെ പറയുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അന്വേഷണത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അന്വേഷണത്തിൻ്റെ പരമ്പര തുടർച്ചയായിട്ട് കാണാം.